ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജൂബിലി നഗർ ദൈവമാതാ പള്ളിയിലെ ശൂനായ തിരുനാൾ. ഇരിങ്ങാലക്കുട രൂപതയിലെ ജൂബിലി നഗറിലുള്ള ദൈവമാതാ പള്ളിയുടെ ഇടവകക്കാരെയും അവരുമായി ബന്ധപ്പെട്ട ആളുകളെയും ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവിടെ വികാരിയായി ഞാൻ ജൂലൈ മാസം 26-ാം തീയതി ചാർജ് എടുത്തു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ കർത്താവ് ഈശോ മിശിഹായെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിലാണ്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് മറിയം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മഗ്നിഫിക്കാത്ത് എന്ന കീർത്തനത്തിലൂടെ, തിരുവചനത്തിലൂടെ മറിയം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. അങ്ങനെയുള്ള മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന തലമുറകളിൽപ്പെട്ട ഒരു പള്ളിയാണ് ജൂബിലി നഗറിലേത്. 136 സംവത്സരങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഒരു തിരുസ്വരൂപമുണ്ട്. വിശേഷപ്പെട്ട വിശുദ്ധ പുരാവസ്തു എന്ന് വിളിക്കാവുന്ന ഒരു തിരുസ്വരൂപം. മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ തിരുവചനം ആവശ്യപ്പെടുന്നത് പോലെ പരസ്യമായി വണങ്ങാൻ ആണ്ടിലൊരിക്കൽ മാത്രമാണ് ആ തിരുസ്വരൂപം കൂട്ടിൽ നിന്ന് ഇറക്കുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി മറിയത്തിന്റെ ശൂനായ തിരുനാളിന്റെ തലേ ദിവസമാണ് തിരുസ്വരൂപം കൂട്ടിൽ നിന്ന് ഇറക്കുന്നത്. ജൂബിലി നഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനമാണ് ഈ ശൂനായ തിരുനാൾ ദിനം. ഇക്കൊല്ലത്തെ പ്രസിഡന്റിമാരെല്ലാവരും സ്ത്രീകളാണ്. അത് വലിയ കാര്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, മറിയത്തെക്കുറിച്ച് അറിവ് വേണോ എങ്കിൽ നിങ്ങൾ പുരുഷന്മാരോട് ചോദിക്കൂ. മറിയത്തെ സ്നേഹിക്കണോ എങ്കിൽ നിങ്ങൾ സ്ത്രീകളോട് ചോദിക്കൂ. അതെ, മറിയം എന്ന ഏറ്റവും ഭാഗ്യപ്പെട്ട സ്ത്രീയെ ബഹുമാനിക്കുന്ന, വണങ്ങുന്ന ഈ തിരുനാളില് തിരുനാൾ പ്രസിഡന്റിമാരെല്ലാവരും തന്നെ സ്ത്രീകളാണ്. അതും ഇത്തവണത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുണ്ട്. ആ തിരുനാൾ പ്രസിഡന്റിമാരെല്ലാവരും മറിയത്തിന്റെ ജന്മനാടായ ഇസ്രായേലില് ജോലി ചെയ്യുന്നവരാണ്. മറിയം ജനിച്ചതും വളർന്നതും ആയ നസ്രത്ത്, ബേത്ലഹം, ജെറൂസലേം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഇസ്രായേലിലാണ് ഇത്തവണത്തെ പ്രസിഡന്റിമാരായ സ്ത്രീകളെല്ലാവരും തന്നെ ജോലി ചെയ്യുന്നത്. അതൊരു വിശേഷപ്പെട്ട ഭാഗ്യം കൂടിയാണല്ലോ. ബിജി ജോസ് പാറോക്കാരൻ, ജിൻസി ജോഷി, സിമി ജോഷി ചക്കാലമറ്റത്ത് പള്ളൻ, സുമി തോമസ്, നിജി ഷിബു ചക്കാലമറ്റത്ത് പള്ളൻ, മിനി ഷാജു, അൽഫോൺസ ഫ്രാൻസിസ് എന്നിവരാണ് ഇക്കൊല്ലത്തെ തിരുനാൾ പ്രസിഡന്റിമാര്. ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുകയും എന്നാൽ ഈ ഇടവകയില് പരിശുദ്ധ കന്യകാമറിയത്തോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന, ഈ തിരുനാൾ ഏറ്റുകഴിക്കുന്ന ഇവരോട് അങ്ങേയറ്റം നന്ദി അർപ്പിക്കുകയാണ്. ഇടവക്കാരുടെ പേരിലും വികാരിച്ചന്റെ പേരിലും അതുപോലെ തന്നെ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കൃപാവരം അവരുടെ മേൽ സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കന്യകാമറിയത്തിന്റെ സംരക്ഷണത്തിന്റെ ചിറകുകള് അവരെ പൊതിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. 5-ാം തീയതിയാണ്, ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് തിരുനാളിന്റെ കൊടിയേറ്റം. തിരുനാൾ ദിവസം വരെയുള്ള നവനാൾ കർമ്മങ്ങള് വൈകിട്ട് 5-നോ 5:30-ക്കോ ആണ്. എല്ലാ ദിവസത്തെയും തിരുക്കർമ്മങ്ങൾക്കുള്ള വൈദികരെയും മറ്റും മാറിപ്പോയ വികാരിയച്ഛൻ ഫാദർ സ്റ്റേൺ കൊടിയൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിശദ വിവരങ്ങളെല്ലാം നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും എല്ലാ ദിവസങ്ങളിലെയും നവനാളില് വിശേഷിച്ച് ദൈവകൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന, നാം കർത്താവുമായിട്ട് ഒന്നാകുന്ന വിശുദ്ധ കുർബാനയില് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടവകയിലെ എല്ലാ വിശ്വാസികളും വലിയ ആവേശത്തിലാണ്. അവർ വിപുലമായ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. വലിയ സഹകരണമാണ് എല്ലാവരിൽ നിന്നും ലഭിക്കുന്നത്. ഈ തിരുനാളിന് ആശംസകൾ അർപ്പിച്ച് അഭിമന്യ ഹോളി പിതാവ് സന്ദേശം നൽകിയിട്ടുണ്ട്. സേവനഗിരി CMI ഭവനത്തിലെ ആശ്രമത്തിലെ സുപ്പീരിയർ റവറൻഡ് ഫാദർ ലിൻഡോ മാടമ്പിയും ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള മറ്റു 2 വൈദികരും ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സഹകരിക്കുന്നു. ഇടവകയുടെ സകല ആധ്യാത്മിക കാര്യങ്ങളിലും അവരുടെ വലിയ സഹകരണമുണ്ട്. അത്
വലിയ സാക്ഷ്യം കൂടിയാണ്. നമുക്കറിയാം, ഈ പൗരസ്ത്യ പാരമ്പര്യം, വിശേഷിച്ച് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പള്ളിയുടെ ഭരണം കൈക്കാരന്മാരാണ്. ആ കൈക്കാരന്മാരായ ജോൺസൺ കാച്ചിപ്പള്ളിയും ക്രിസ്ത്യൻ ഫ്രാൻസിസും അവര് എന്താ പറയുക, മിക്കവാറൊക്കെ പള്ളിയിൽ തന്നെയാണ്. അവർക്ക് ജോലിയുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പള്ളിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിൽക്കുന്നു. അതുപോലെ തിരുനാൾ കൺവീനർ മിസ്റ്റർ ഔസി, ജോയിന്റ് കൺവീനർ ഹിൽട്ടൺ മത്തായി, ഊട്ടുനേർച്ച കൺവീനർ ആൽവിൻ, ജോയിന്റ് കൺവീനർ ഡേവിസ് കണ്ണത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ ചെയ്തു വരുന്നു. അതെല്ലാം വളരെ ഭംഗിയായിട്ട് എന്താ പറയുക, എണ്ണയിട്ട യന്ത്രം പോലെ അവർ പ്രവർത്തിക്കുന്നു. അത് വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്, പിന്നെ ആവേശമുണ്ട്, ദൈവത്തിന്റെ കൃപയിൽ പങ്കുപറ്റാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെ വളരെ ഗംഭീരമായിട്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിറ്റർജിയുടെ കാര്യങ്ങൾ നോക്കുന്ന റെജി തേക്കൻകോപ്പില്, ഹോളി ഫാമിലിയുടെ റെവറൻ സിസ്റ്റർ ലിൻഡ ഗ്രേസ്, അക്കൗണ്ടന്റ് ലിനി ജെയ്സൺ, ആന്റണി കല്ലേലി, പബ്ലിസിറ്റി കൺവീനർമാരായ ആൽബർട്ട് ഷാജു, ജസ്റ്റിൻ ജോസഫ്, പ്രോഗ്രാം കൺവീനർ അനൂപ് പൗലോസ് പള്ളൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനർ ജോഷു ഔസേപ്പ്, വർണ്ണമഴ കൺവീനർ ജോബ് ജോസഫ് കാട്ടിപ്പറമ്പിൽ, ഡെക്കറേഷൻ നേതൃത്വം കൊടുക്കുന്ന ഷിബു പള്ളൻ, ഹോളി ഫാമിലി റെവറൻ സിസ്റ്റർ ക്ലെയർ മരിയ എന്നിവരും സകലവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു. ഇഹലോകത്ത് ഏത് പരിപാടി വിജയിക്കണമെങ്കിലും പണം വളരെ അനിവാര്യമായ ഘടകമാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പണം സ്വരൂപിക്കുന്നതിന് വേണ്ട സംഗതികൾ, അതുപോലെ ഉൽപ്പന്ന പിരിവിന് നേതൃത്വം കൊടുക്കുന്ന വർഗീസ് താണിക്കല്, ഫ്രാൻസിസ് പള്ളൻ, ജോസ് പാറോക്കാരൻ, മേരി മത്തായി എന്നിവരുടെ സഹകരണവും വളരെ നന്നായിട്ടുണ്ട്. ഈശോയുടെ ശിഷ്യന്മാരുടെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ തിരുനാൾ പ്രദക്ഷിണം. അത് ഗംഭീരവും അച്ചടക്കപൂർണവുമാക്കാൻ ഡേവിസ് പള്ളന്റെ നേതൃത്വം ഉണ്ട്. വലിയ തീർത്ഥാടന പള്ളിയിലെ തിരുനാളുകളെ പോലെയാണ് ഈ ചെറിയ ഇടവകയിലെ തിരുനാൾ നടത്തപ്പെടുന്നത്. അത് വിജയിക്കാനായിട്ട് മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് പറഞ്ഞത്, ഞാൻ ചെവിയിൽ പറഞ്ഞത് മന്ത്രിച്ചത് പുറമുകളിൽ നിന്ന് ഘോഷിക്കാനാണ്. അങ്ങനെ പ്രൈസൻ പി ജെ, അനുഷാജു എന്നിവരുടെ നേതൃത്വത്തിൽ അതിന്റെ മീഡിയ വളരെ നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. രൂപക്കോട്, നേർച്ച, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ബെന്നി സിറിയക്ക് കലവറക്കാലയിലാണ്. പായസം വിതരണം ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്യുന്നത് ലിജിൻ ജെയിംസ്, ആൽബർട്ട് ജോജി എന്നിവരുടെ നേതൃത്വത്തിലാണ്. പൗരസ്ത്യ രീതി അനുസരിച്ച് തിരുനാളിന്റെ മുഖ്യ കർമ്മങ്ങളിലൊന്ന്, ആകർഷണങ്ങളിലൊന്ന് റംഷ പ്രാർത്ഥനയാണ്, സായാഹ്ന പ്രാർത്ഥന. നമുക്കറിയാം, നമ്മുടെ രീതി അനുസരിച്ച് സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തോടെയാണ് ദിവസം ആരംഭിക്കുന്നത്. ഇപ്പം ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ ഞായറാഴ്ച ആരംഭിക്കും. കർത്താവിന്റെ ശവസംസ്കാരം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വെള്ളിയാഴ്ച പിറ്റേ ദിവസം ശാബതമാകും, പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. പക്ഷേ അത് 6 മണിക്ക്, വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് സാബത്ത് തുടങ്ങണേ. അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 6 മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 വരെയാണ് സാബത്ത്. അപ്പൊ അതിന് മുമ്പ് ആ ദിവസം വർക്ക് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. അതുകൊണ്ടാണ് 3 മണി ആയപ്പോൾ വന്നു, അവർ മരിച്ചൊന്ന് നോക്കി. കർത്താവ് മരിച്ചു കഴിഞ്ഞിരുന്നെങ്കിലും പടയാളികൾ മരിച്ചു കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അവരുടെ കണങ്കാല് ഈ മുട്ടിന് താഴെ വെച്ച് വെട്ടിക്കളഞ്ഞ് കർത്താവ് മരിച്ചു കഴിഞ്ഞു എങ്കിലും വിലാവിലൊരുത്തൻ കുത്തി. അങ്ങനെ 5 മണി ആയപ്പോഴേക്കും കർത്താവിനെ അടക്കം ചെയ്ത് അവർ വീടുകളിലേക്ക് പോയി. അപ്പൊ നമ്മുടെ രീതി അനുസരിച്ച് ഈ വൈകിട്ട് 6 മണിക്ക് പിറ്റേ ദിവസം ആരംഭിക്കുകയാണ്. ആ വൈകിട്ട് 6 മണിക്ക് ഉള്ള ആ സമയത്തുള്ള പ്രാർത്ഥനയാണ് റംഷ പ്രാർത്ഥന, അല്ലെങ്കിൽ സായാഹ്ന പ്രാർത്ഥന. യാമപ്രാർത്ഥനകളിൽ 7 യാമപ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഈ റംഷ പ്രാർത്ഥന. അപ്പൊ റംഷ പ്രാർത്ഥനയോട് കൂടിയാണ് തിരുനാള് വാസ്തവത്തിൽ ആഘോഷിക്കുക. നമുക്കങ്ങനെ അത്ര ശീലം ഇല്ലായിരുന്നു. ഇത്തവണയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ജൂലൈ മാസം ആളുകൾ വെച്ച് പറഞ്ഞതുപോലെ ദുഃഖാന നവോത്ഥാന കാലയളവാണിത്. ലിറ്റർജി എല്ലാം നമ്മൾ പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ കാലയളവിൽ തന്നെയാണ് നമ്മൾ റംഷ പ്രാർത്ഥന, നമ്മുടെ തനത് പാരമ്പര്യമായ റംഷ പ്രാർത്ഥന അവതരിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഇത് ഇടവക്കാർക്ക് അത്ര കണ്ട് പരിചയമില്ല. അതുകൊണ്ട് ഇത്തവണ നമുക്ക് അത് നമ്മൾ പരിചയപ്പെടുത്തി പ്രാർത്ഥിച്ച് തുടങ്ങുകയാണ്. ഇതൊരു തുടക്കം. ഈ തിരുനാൾ തന്നെ ഗംഭീരമായ തുടക്കമാകുമല്ലോ. മറിയത്തിന്റെ തിരുനാള്, നമ്മുടെ കർത്താവിനെ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന സ്ത്രീയുടെ തിരുനാള്, അവള് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന്റെ ആ തിരുനാള്, ആ സമയത്ത് തന്നെയാണ് ഈ നമ്മുടെ തനത് പാരമ്പര്യം കൊണ്ടുവരേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പരിചയക്കുറവുണ്ട്. അപ്പൊ പള്ളിയുടെ ഗായക സംഘത്തിന്റെയും മതബോധന അധ്യാപകരുടെ നേതൃത്വത്തില്, വിശേഷിച്ച് ഋതിക, ഷിബിഷ് മാഷ് എന്നിവരുടെ നേതൃത്വത്തില് ഈ റംഷ പ്രാർത്ഥന പതുക്കെ അവതരിപ്പിച്ച് ചൊല്ലിത്തുടങ്ങാൻ കഴിയുമെന്നുള്ള പ്രത്യാശയുണ്ട്.
നിങ്ങളെല്ലാവരെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അൾത്താര ബാലന്മാര്, ഭക്തസംഘടനകള് പ്രവർത്തിക്കുന്നവര്, അവന്റെ ഭാരവാഹികള് പ്രവർത്തിക്കുന്നവര്, കുടുംബസമ്മേളനത്തിന്റെ ഭാരവാഹികള്, കേന്ദ്ര സമിതി അംഗങ്ങള്, അതിന്റെ ഭാരവാഹികള്, ഓരോ കുടുംബ യൂണിറ്റിലെയും ഭാരവാഹികള്, അങ്ങനെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെന്നറിയാം. അതിനെല്ലാം നന്ദി പറയാണ്. ഇനിയിപ്പോൾ ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. ഞാനൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാലോ. ഇവരെ കൂടാതെ നമ്മൾ ഈ സപ്ലിമെന്റിൽ അടിച്ചിരിക്കുന്ന ഊട്ട് പ്രതിനിധിമാരായി 300-ലധികം പേരുണ്ട്. 300-ലധികം പേര് ഞാൻ ഇവിടെ പറയാന്നുള്ളത് പ്രായോഗികമായിട്ട് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഊട്ട് പ്രതിനിധിമാരായിട്ട് 300-ലധികം പേരുണ്ട്. അവരിൽ പലരും ഈ ഇടവകയിൽ പെടാത്തവരാണ്. ഇവിടെ 80 വീട്ടുകാരേ ഉള്ളൂ, അല്ല 100ഓളം വീട്ടുകാരേ ഉള്ളൂ. അപ്പം എത്രയൊക്കെ പറഞ്ഞാലും ഇത്രയും പേര് ഊട്ട് തരുന്ന പ്രതിനിധിമാരായിട്ട് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്ന് വെച്ചാൽ പുറമേ നിന്നുള്ളവരും ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ ഈ ഊട്ട് പ്രതിനിധിമാരായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണങ്ങളിൽ മറ്റൊരു കാരണം ഇതാണ്. അതായത് ഈ ഒരു ചെറിയ പ്രദേശത്തെ കവച്ചു വെക്കുന്ന സഹകരണമാണ് ഈ തിരുനാളിനെ കാണുന്നത്. അവിടുത്തെ ഇടവക്കാർ മാത്രമല്ല, ചുറ്റുമുള്ളവരും അയൽക്കാരും പിന്നെ ബന്ധുക്കളും അകലെയുള്ളവരും ഒക്കെ ഈ തിരുനാളിൽ സഹകരിക്കുന്നു. മറിയത്തോടെ സ്നേഹമാണ് അതിന് അങ്ങനെ ചെയ്യാനുള്ള കാരണം. അവർക്ക് മറിയത്തോടെ സ്നേഹം, സഭയ്ക്ക് മറിയത്തോടുള്ള സ്നേഹം. ഈ പരിശുദ്ധ കന്യകാമരത്തെ അറിഞ്ഞാലേ കുർബാന എന്താന്ന് മനസ്സിലാകൂ, പൗരോഹിത്യം എന്താ മനസ്സിലാകൂ. അപ്പൊ ഈ മറിയം എന്നുള്ള രഹസ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മറിയത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളും അല്ലെങ്കിൽ മറിയത്തെ ആക്രമിക്കുന്ന ഒരുപാട് സഭ വിട്ടുപോയ ആളുകളൊക്കെ ഉള്ളപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് താനും. നമ്മുടെ വിശ്വാസം, അതായത് കുർബാന, പൗരോഹിത്യം, ഇത് മനസ്സിലാക്കണമെങ്കിൽ മറിയത്തെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവർ ഈ 3 കാര്യങ്ങളാണ് സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ ആക്രമിക്കുന്നത്. ഒന്ന്, പരിശുദ്ധ കന്യാമരത്തെ അവർ ആക്രമിക്കും, കുർബാനയെ ആക്രമിക്കും, അതുപോലെ പൗരോഹിത്യത്തെ ആക്രമിക്കും. കാരണം ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ചും കുർബാനയും പൗരോഹിത്യവും അറിയണമെങ്കിൽ, എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മറിയത്തെക്കുറിച്ച് മറിയം ആരാണെന്ന് അറിഞ്ഞേ പറ്റും. അപ്പോൾ അത് അറിയാനുള്ള, അല്ലെ, മറിയത്തെ അറിയാനും പൗരോഹിത്യവും കുർബാനയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ സ്നേഹമാണ് വാസ്തവത്തിൽ ഇത്രയധികം പേരെ ഈ ഊട്ടുപ്രതിനിധിമാരായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇടവകയിലുള്ളവരും ഇതിന് പുറത്തുള്ളവരും പുറത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ ഈ ഊട്ടുപ്രതിനിധിമാരായിട്ടുണ്ട്. എല്ലാവരും ഈ തിരുനാളിൽ സംബന്ധിക്കേണ്ടതുണ്ട്. അത് ചിലപ്പം ശാരീരികമായി സന്നിഹിതമാകാൻ പറ്റിയില്ലെങ്കിലും ആത്മീയമായിട്ട് അവർ സംബന്ധിക്കണം. അതിന് ആത്മീയമായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എന്താണ്? ശൂനായ തിരുനാൾ ഞാൻ പറഞ്ഞത്. ശൂനായ ആ വാക്ക് എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാകണമെന്നില്ല. മറിയത്തിന്റെ ശൂനായ തിരുനാൾ എന്നാണ് ഇതിനെ പറയുന്നത്. ശൂനായ എന്ന വാക്കിന് മാറ്റം, സ്ഥലം മാറ്റം എന്നാണ് അർത്ഥം. സുറിയാനി വാക്കാണത്. മാറ്റം, സ്ഥലം മാറ്റം. ഭൂമിയിൽ നിന്ന് സ്വർഗീയ പറുദീസിലേക്കുള്ള മറിയത്തിന്റെ സ്ഥലം മാറ്റം, അതിനാണ് ശൂനായ തിരുനാൾ എന്ന് പറയണേ. വലിയ പെരുന്നാൾ എന്നായിട്ടാണ് ഈ പൗരസ്ത്യ പാരമ്പര്യങ്ങളൊക്കെ പാരമ്പര്യങ്ങളിൽ അറിയപ്പെടുന്നത്. ഇത് വലിയ തിരുനാളായിട്ടാണ്. അപ്പോൾ മറിയത്തിന്റെ ശൂനായ തിരുനാൾ, സ്ഥലം മാറ്റ തിരുനാൾ എന്നാണ് പൗരസ്ത്യ സഭകൾ അതിനെ വിളിക്കുന്നത്. പാശ്ചാത്യ സുറിയാനിലെ സീറോ മലങ്കര ഉപയോഗിക്കുന്ന പാശ്ചാത്യ സഭയിൽ ശൂനോയോ എന്ന് പറയും. ശൂനോയോ. അവർ മറ്റൊരു വാക്കുകൂടി ഉപയോഗിക്കും, വാങ്ങിപ്പ്. അത് പൗരസ്ത്യ സുറിയാനിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, വാങ്ങിപ്പ്. അതായത് മറിയത്തിന്റെ കടന്നുപോക്ക്, മരണത്തെയാണ് ഈ കടന്നുപോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു പഴയ വാക്കാണ് വാങ്ങിപ്പ് തിരുനാൾ. അപ്പോൾ ശൂനായ തിരുനാൾ എന്ന് പൗരസ്ത്യ സഭകൾ പറയും, ശൂനോയോ എന്ന് പാശ്ചാത്യ സുറിയാനയിൽ സീറോ മലങ്കരക്കാർ പറയും, വാങ്ങിപ്പ് തിരുനാൾ എന്ന് പറയും. വാങ്ങിപ്പ് എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക്, മരണം എന്നൊക്കെയാണ്. ഓർത്തഡോക്സ് സഭകളിൽ ഇതിനെ ഡൊർമീഷൻ ഓഫ് മദർ മേരി എന്നാണ് പറയുക. ഡൊർമീഷൻ ഓഫ് തെയോത്തോക്കസ് അവർ പറയുക. തെയോത്തോക്കസിന്റെ ദൈവവാഹകയായ മറിയത്തിന്റെ നിദ്ര, മറിയത്തിന്റെ മരണം എന്നാണ് പറയുക. ലത്തീൻ സഭയിൽ അതിനെ അസംഷൻ ഓഫ് മദർ മേരി, മദർ ഓഫ് ഗോഡ് എന്നൊക്കെ പറയും. അതായത് സ്വർഗ സംവഹനം, അസംഷൻ. മോക്ഷക്കരേറ്റം എന്നും പഴയ വാക്ക് ഉപയോഗിക്കും. എപ്പോഴോ ഏതോ ഒരു ഘട്ടത്തിൽ സ്വർഗാരോപണം എന്നൊരു വാക്ക് ആരോ ഉപയോഗിച്ചു, അത് വളരെ പോപ്പുലറായി. പക്ഷെ ആ വാക്ക് ഞാൻ പറയും, സ്വർഗാരോപണം. അതെന്തോ ആരോപണം, ഒരു ആരോപണം ഉന്നയിച്ച് സ്വർഗത്തിലേക്ക് ആരോപിച്ചിരിക്കുകയാണോ? അത് അത്ര അങ്ങോട്ട് വ്യാകരണപരമായിട്ട് ശരിയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് സ്വർഗ സംവഹനം അല്ലെങ്കിൽ മോക്ഷക്കരട്ട തിരുനാൾ എന്നാണ് ലത്തീൻ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് സുറിയാനി വാക്കാണ് ഉപയോഗിക്കുക, ശൂനായ തിരുനാൾ. വാങ്ങിപ്പ് തിരുനാൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റ തിരുനാൾ,
ഒക്കെ ഉദ്ദേശിക്കുന്നത് മറിയം സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങൾ എടുക്കപ്പെട്ടതാണ് ഉദ്ദേശിക്കുന്നത്, വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നെങ്കിലും. ഈ തിരുനാൾ വലിയ പെരുന്നാൾ ഞാൻ പറഞ്ഞല്ലോ. വലിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരുക്കങ്ങളും വളരെ വിപുലമാണ്. ഈ പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് 5 വലിയ നോമ്പുകളുണ്ട്. വലിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദീർഘത മാത്രമല്ല, പ്രധാനപ്പെട്ടത്. ഒന്ന് 50 നോമ്പ്, അതാണ് വലിയ നോമ്പ് എന്ന് പറയുന്ന 50 നോമ്പ്. ഉയർപ്പ് തിരുനാൾ ഒരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന 50 നോമ്പ്. അതിനൊരുക്കമായിട്ട് ഈ 50 നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് 18 ദിവസം മുമ്പ് 3 നോമ്പുണ്ട്. നിനേവെ നോമ്പ് എന്ന് പറഞ്ഞ 3 നോമ്പ്. അപ്പോൾ 50 നോമ്പിന് ഒരുക്കമായിട്ട് തന്നെ ഒരു നോമ്പുണ്ട്, 3 നോമ്പ്. 50 നോമ്പ് തുടങ്ങുന്നതിന് 18 ദിവസങ്ങൾക്ക് മുൻപ് നിനേവെ നോമ്പ് എന്നൊക്കെ പറയും. ജോനാ പ്രവാചകൻ പ്രസംഗിച്ച ആ നിനേവയിലെ നോമ്പ്, അവരുടെ എടുത്ത നോമ്പ്. അതുകൂടാതെ പരിശുദ്ധ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിറവി തിരുനാൾ ഒരുക്കമായിട്ട് 25 നോമ്പ്. 25 ദിവസമാണ് നോമ്പെടുക്കുന്നത് കർത്താവിന്റെ പിറവി തിരുനാളിന്. കർത്താവിന്റെ ഉയർപ്പ് തിരുനാളിന് 50 നോമ്പ്, പിറവി തിരുനാളിന് 25 നോമ്പ്. മറിയത്തിന്റെ ഈ പറഞ്ഞ ശൂനായ തിരുനാളിന് 15 നോമ്പ്, ഓഗസ്റ്റ് 1 മുതൽ 15 വരെ. അപ്പൊ ഇത് വലിയ പെരുന്നാളെന്ന് അർത്ഥം. അതുപോലെ മറിയത്തിന്റെ ജനന തിരുനാളിന് 8 നോമ്പ്, സെപ്റ്റംബർ 1 മുതൽ 8 വരെ 8 നോമ്പ്. ഈ മണർക്കാട് പള്ളിയിലൊക്കെയുള്ള വലിയ തിരുനാള് ഈ ജനന തിരുനാളുമായി ബന്ധപ്പെട്ട. അമലോത്ഭവ തിരുനാൾ വരുന്നത് ഡിസംബർ 8-നാണ്. അത് 25 നോമ്പിന് ഉള്ളിലായതുകൊണ്ട് പിന്നെ നമ്മൾ വേറൊരു നോമ്പുകൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ അപ്പൊ നോക്കുക, കർത്താവിന് ഉയർപ്പ് തിരുനാളിന് 50 നോമ്പ്, പിറവി തിരുനാൾ 25 നോമ്പ്, മറിയത്തിന്റെ ജനന തിരുനാളിന് 8 നോമ്പ്, മറിയത്തിന്റെ സ്വർഗ്ഗസംവഹന 15 നോമ്പ്. കർത്താവിന് കൂടുതൽ പ്രാമുഖ്യം, അതിന് തൊട്ട് താഴെ മറിയത്തിന്. അപ്പൊ സഭയിൽ ഇങ്ങനെയാണ് നോമ്പുകൾ. അപ്പൊ ഈ ശൂനായ തിരുനാൾ എന്ന് പറഞ്ഞാൽ 15 ദിവസത്തെ നോമ്പാണ്, വലിയ പെരുന്നാളിന് ഒരുക്കമായിട്ടുള്ള നോമ്പ്. ആ നോമ്പ് നമ്മൾ ഈ എല്ലാ സഭയിൽ ഉടനീളം എടുക്കേണ്ട സംഗതിയാണ്, എല്ലാവരും എടുക്കേണ്ടതാണ്. വിശേഷിച്ച് ഈ ജൂബിലി നഗർ ദേവമാത പള്ളിയിലെ ആളുകൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഞാൻ ചില നിർദ്ദേശങ്ങൾ പറയാണ്. മദ്യം പാടെ ഉപേക്ഷിക്കണം ഈ 15 ദിവസവും. അതായത് തിരുനാൾ 15-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 16-ാം തീയതി ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ച വരെ മദ്യം തീർത്തും ഉപേക്ഷിക്കാം. അത് വലിയൊരു നോമ്പാണ്. പുകവലിക്കുന്നവരുണ്ടെങ്കിൽ പുകവലി ഉപേക്ഷിക്കുക. ഈ 15-16 ദിവസങ്ങളിലും ഈ 17-ാം തീയതി വരെ പുകവലി ഉപേക്ഷിക്കുക. അത് വലിയൊരു നോമ്പാണ്. പിന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പല സംഗതികളും ചോക്ലേറ്റുകൾ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇഷ്ടപ്പെട്ട പല സംഗതികൾ TV സ്ഥിരമായി കാണുന്ന സീരിയൽ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപേക്ഷിച്ച് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിലൊക്കെ അങ്ങനെയുള്ള, അതായത് നമുക്ക് ഇതില്ലാതെയും ജീവിക്കാം. ഈ 10-15-20 ദിവസം ഒരു ത്യാഗം. മറിയത്തിന്റെ തിരുനാള്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മറിയം, നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ളവർ, അവളെ നേരിട്ട് കാണാനുള്ളവർ, അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമായിട്ട് ഇങ്ങനെ നോമ്പ് എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു നോമ്പ് കൂടി ഞാൻ നിർദ്ദേശിക്കുകയാണ്. 1-ാം തീയതി മുതൽ, മറ്റന്നാൾ മുതൽ 15-ാം തീയതി വരെ ശൂനായ 1, ശൂനായ 2, ശൂനായ 3 തൊട്ട് ഓരോ ദിവസവും എന്റെ ചെറിയ വീഡിയോ ഉണ്ട്. പരിശുദ്ധ കനികാമരത്തെക്കുറിച്ചാണ്. ചിലത് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെയാണ് ഓരോ ദിവസവും വീഡിയോ. ശൂനായ 1, ശൂനായ 2, 1-ാം തീയതി 1, 2-ാം തീയതി 2, 3-ാം തീയതി അങ്ങനെ. അത് കഴിഞ്ഞ് 15-ാം തീയതി തിരുനാളിന് ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? തിരുവചനത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് അത്? അതിന്റെ അടിസ്ഥാനം എന്ത്? ഈ തിരുനാളിന്റെ അടിസ്ഥാനം എന്ത്? സഭ അങ്ങനെ ഈ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള അത് പ്രഖ്യാപിക്കേണ്ട കാരണം എന്ത് എന്നാണ് പ്രഖ്യാപിച്ചത്? ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. അത് 1.5 മണിക്കൂറുണ്ട്. അത് ഈ തിരുനാൾ ദിവസം ഇവർക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുമ്പായാലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്, ഒരു നൊയമ്പ് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ 1 പ്രാവശ്യം കേട്ട്, 2 പ്രാവശ്യം കേട്ട്, 3 പ്രാവശ്യം കേട്ട് നിങ്ങൾ ഈ കേൾക്കുന്നവരും മറ്റുള്ളവർ ഗ്രൂപ്പിലേക്ക് ഇടുക, അവരോടും കാണാൻ പറയുക, അത് ചർച്ച ചെയ്യുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെ തിരുവചനത്തിൽ ആറാടി നിൽക്കുന്ന ഒരു ഒരുക്കം, അതാണ് ഏറ്റവും നല്ല നോമ്പുകളിലൊന്ന്. മദ്യം ഉപേക്ഷിക്കണം, പുകവലി ഉപേക്ഷിക്കണം, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ട് ഉപേക്ഷിക്കുന്നത് കൂടാണ്ട് നമ്മൾ സ്വീകരിക്കണം. എന്താണ് സ്വീകരിക്കേണ്ടത്? വചനം. ഞാൻ വചനത്തിൽ അടിസ്ഥാനമിട്ടാണ് മറിയത്തെക്കുറിച്ചുള്ള എല്ലാ പ്രസംഗവും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ബുധനാഴ്ചകളും ശനിയാഴ്ചകളിലും മറിയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് 170 വീഡിയോസെങ്കിലും അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2033 എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ട് 9 വത്സരം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനം തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ
ഫാദർ ജോസ് മാണിപ്പറമ്പിൽ യൂട്യൂബ് എടുത്തിട്ട് ഫാദർ ജോസ് മാണിപ്പറമ്പിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ കിട്ടും. അത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ ഓഗസ്റ്റ് 1 മുതൽ ഇന്ന് തൊട്ട് ഓഗസ്റ്റ് 15 വരെയെങ്കിലും എല്ലാ ദിവസവും ആ വീഡിയോ കണ്ട് 10-15 മിനിറ്റേ ഉള്ളൂ ഒരെണ്ണം ഒഴിച്ച് അത് കണ്ട് ധ്യാനിച്ച് അത് ചർച്ച ചെയ്ത് അങ്ങനെ നമ്മൾ വചനത്തിൽ ആറാടി നിൽക്കുമ്പോഴാണ് ഈ തിരുനാള് ഏറ്റവും ഗംഭീരമാകുക. ഗബ്രിയേൽ മാലാഖ വന്നു മറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കും. മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. അവൾ ഗർഭം ധരിച്ചിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താണ്? 120 കിലോമീറ്റർ അപ്പുറത്തുള്ള സഖറിയാസിന്റെയും എലിസബത്തിനും വീട്ടിൽ പോയി മറിയവും എലിസബത്തും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെയല്ലേ കാണുന്നത്? നമ്മൾ മറിയം സഹായിക്കാൻ പോയതൊക്കെ നമ്മൾ പറയും. പക്ഷെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവർ രണ്ടുപേരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു എന്നാണ്. ഈ ദൈവസ്തുതിപ്പാണ് പഴയ നിയമത്തിലെ ആളുകളും പുതിയ നിയമത്തിലെ ആളുകളും, പഴയ നിയമത്തിലെ സക്രിയാസും എലിസബത്തും പുതിയ നിയമത്തിലെ പരിശുദ്ധ കന്യകാമറിയും ചേർന്ന് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഒരു പൊതു ലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. ഇതാണ് ഈ വചനത്തിൽ ആറാടി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചേർന്ന സംഗതി. അത് ചെയ്യാനായിട്ട് ഈ വീഡിയോസ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ശൂനോ എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ അത് ചെയ്യുമെന്ന് നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1-ാം തീയതി മുതലാണ് സഭയിൽ മൊത്തത്തിൽ ഈ ശൂനായ നോമ്പ് എങ്കിലും ജൂബിലി നഗർ പള്ളിയിൽ 5-ാം തീയതിയാണ് കൊടിയേറ്റ്. അപ്പോൾ 5-ാം തീയതി മുതൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവനാള്. അപ്പോൾ 9 ദിവസത്തേക്കുള്ള ഈ നവനാളിലും നമ്മൾ സംബന്ധിക്കണം. മറിയത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ സമയം കണ്ടെത്തണം. ഈ 9 ദിവസം മറ്റ് ഒരുക്കങ്ങളൊക്കെ വേണം, പക്ഷേ ഇതും കൂടി വേണം. വചനം കേൾക്കണം, പിന്നെ ഈ കുർബാനയിൽ സംബന്ധിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അച്ചടക്കവും ഡിസിപ്ലിൻ, അച്ചടക്കം, ശിക്ഷണം ഒക്കെ ചേർന്ന ഏറ്റവും മാതൃകാ രീതിയിൽ ഈ നമ്മൾ നടത്തുന്നുണ്ട്. ആ മാതൃക കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അങ്ങനെ വചനത്തിൽ ആറാടി നിൽക്കുന്ന ഒരു തിരുനാളായിട്ട് ഇത് രൂപാന്തരപ്പെടട്ടെ. അങ്ങനെ മറിയത്തെ കാണാൻ വേണ്ടി സ്വർഗത്തിലേക്ക് നമ്മൾ പോകണം. അതിന് നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. അതിനുള്ള സംഗതികളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ സന്മനസ്സോടെ ഔദാര്യത്തോടെ ഈ വീഡിയോയും തുടർന്നുള്ള വീഡിയോസും കാണുമെന്നും അതുപോലെ തിരുനാളിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന തലമുറയിലെ അംഗങ്ങളായിട്ട് മാറാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.